എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ് ബയോളജിയിലെ ജീവൻ്റെ ജനിതകം എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2020 രസതന്ത്ര നോബൽ പങ്കിട്ടവർ എമ്മാനുവൽ കാർപെൻറ്റർ, ജെന്നിഫർ എഡൗഡ. ജീൻ എഡിറ്റിംഗ് പ്രക്രിയയായ ക്രിസ്പർ-കാസ് എന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചതിനാണ് ഇവർക്ക് അവാർഡ് ലഭിച്ചത്. ഒരു ജീവിയുടെ ജീനോമിലെ പ്രത്യേക സ്ഥലങ്ങളിൽ ജനിതക വസ്തുക്കൾ ചേർക്കാനോ നീക്കം ചെയ്യാനോ മാറ്റം വരുത്താനോ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സാങ്കേതിക വിദ്യകളാണ് ജീനോം എഡിറ്റിംഗ്. മറ്റ് ജീനോം എഡിറ്റിങ്ങിനേക്കാൾ കൂടുതൽ കാര്യക്ഷമവും കൃത്യവും വിലകുറഞ്ഞതുമാണ് ക്രിസ്പർ-കാസ്. ബാക്ടീരിയ, ആർക്കിയ തുടങ്ങിയ പ്രോകാരിയോട്ടുകളുടെ ജീനോമിൽ ആവർത്തന സ്വഭാവമുള്ള DNA ശ്രേണികളാണ് ക്രിസ്പർ. DNA-യുടെ ചുറ്റുഗോവണി മാതൃക ഡബിൾ ഹെലിക്സ് മോഡൽ അവതരിപ്പിച്ചത് ആര്? 1953 ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്. റോസലിൻ ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസൺ എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA-യുടെ ഘടന നിർദ്ദേശിച്ചത്. 1958 റോസലിൻ ഫ്രാങ്ക്ലിൻ 37-ാം വയസ്സിൽ അന്തരിച്ചു. DNA-യുടെ ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയതിന് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർ 1962 മെഡിസിനുള്ള നോബൽ സമ്മാനം പങ്കിട്ടു. DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ന്യൂക്ലിയോടൈഡ്. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. വേൾഡ് DNA ഡേ ഏപ്രിൽ 25. 1953 DNA-യുടെ മാതൃക കണ്ടെത്തിയതും 2003 ഹ്യൂമൻ ജീനോം പദ്ധതിയുടെ പൂർത്തീകരണവും ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ഒരു മനുഷ്യകോശത്തിലെ DNA-യുടെ നീളം എത്ര? 2 മീറ്റർ. മനുഷ്യനിലെ ആകെ ക്രോമസോമുകൾ എത്ര? 46 ക്രോമസോം. അതിൽ 44 എണ്ണം സ്വരൂപ ക്രോമസോമുകൾ അഥവാ സൊമാറ്റിക് ക്രോമസോംസും 2 സെക്സ് ക്രോമസോംസുമാണ്. സഞ്ചരിക്കുന്ന ജീൻ അഥവാ ജമ്പിംഗ് ജീനിനെ ആദ്യമായി കണ്ടെത്തിയ കോശജനിതക ശാസ്ത്രജ്ഞ ആര്? ബാർബറ മക്ലിൻടോക്ക്. ന്യൂക്ലിയോസോമിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏവ? DNA, ഹിസ്റ്റോൺ, പ്രോട്ടീൻ. നെഗറ്റീവ് ചാർജുള്ള DNA പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിനെ ചുറ്റി രൂപം കൊള്ളുന്ന ഘടനയാണ് ന്യൂക്ലിയോസോം. H2A, H2B, H3, H4 എന്നീ ഹിസ്റ്റോൺ പ്രോട്ടീനുകളുടെ 2 കോപ്പികൾ, അതായത് 8 ഹിസ്റ്റോണുകൾ ചേർന്നിട്ടുള്ള രൂപത്തെയാണ് നമ്മൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്. ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്ന ജീൻ SRY ജീൻ, സെക്സ് ഡിറ്റർമിനേഷൻ റീജിയൻ Y. SRY ജീനിൻ്റെ മ്യൂട്ടേഷൻ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ സ്വെയർ സിൻഡ്രോം. സ്ത്രീകളിൽ X ക്രോമസോം കുറയുമ്പോഴോ ഭാഗികമായി നഷ്ടപ്പെടുകയോ ചെയ്യുന്നത് മൂലമുള്ള ജനിതക രോഗം ടർണർ സിൻഡ്രോം. പൊക്കക്കുറവ്, ആർത്തവ പ്രശ്നങ്ങൾ, ഹൃദയം, കിഡ്നി തുടങ്ങിയ ആന്തരാവയവങ്ങളുടെ തകരാറുകൾ ഇവയാണ് പ്രധാന ലക്ഷണങ്ങൾ. സ്ത്രീകളിൽ 3 X ക്രോമസോമുകൾ ഉണ്ടാകുന്ന അവസ്ഥ XXX സിൻഡ്രോം. ഓരോ കോശത്തിലും ഒരു X ക്രോമസോം അധികമായി വരുന്നു. പ്രധാന കാരണം കോശവിഭജനത്തിൻ്റെ അപാകതയാണ്. താഴെ പറയുന്നവയിൽ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നത് ഏത്? ശരിയായ ഉത്തരം 44+XXY. 2 X ക്രോമസോമും 1 Y ക്രോമസോമുള്ള പുരുഷന്മാരാണ്. ഇവരുടെ വൃഷണങ്ങളുടെ വലിപ്പം കുറയാനും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം കുറയാനും ഒക്കെ ഇത് കാരണമാകുന്നു. പുരുഷന്മാരിൽ 1 Y ക്രോമസോം അധികമാകുന്ന അവസ്ഥ XYY സിൻഡ്രോം. ഉയരെ കൂടുതൽ, കൈവിറയൽ, ദുർബല പേശികൾ, ആസ്മ എന്നിവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. യൂക്കാരിയോട്ടുകളിൽ കാണപ്പെടുന്ന DNA പാക്കേജിങ്ങിന് സഹായകമായ പ്രോട്ടീൻ ഹിസ്റ്റോൺ. DNA-യിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് തൈമിൻ. RNA-യിൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് യുറാസിൽ. DNA-യിലെ ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുന്ന പ്രക്രിയയാണ് ട്രാൻസ്ക്രിപ്ഷൻ. mRNA-യിലെ സന്ദേശം അനുസരിച്ച് പ്രോട്ടീൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്ലേഷൻ. കോശത്തിലെ പ്രോട്ടീൻ നിർമ്മാണത്തിന് പങ്കുവഹിക്കുന്ന കോശാംഗമാണ് റൈബോസോം. DNA ഒരു ഡാഷ് പോളിമറാണ്. DNA ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ചെറിയ RNA ഏത്? mRNA, tRNA, rRNA. ഏറ്റവും ചെറിയ RNA ആണ് tRNA. mRNA-യുടെ ധർമ്മം എന്ത്? പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. ആൻറ്റികോഡോൺ യൂണിറ്റ് കാണപ്പെടുന്ന RNA ഏത്? tRNA. mRNA-യിലെ 3 നൈട്രജൻ ബേസ് ചേർന്നതാണ് ഒരു കോഡോൺ. അതൊരു അമിനോ ആസിഡിനെ പ്രതിനിധീകരിക്കുന്നു. കോഡോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള tRNA-യിലെ 3 ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസ് ആണ് ആൻറ്റികോഡോൺ.
HIV പോലുള്ള റിട്രോ വൈറസിലെ ജനിതക വസ്തു RNA. അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്ന rRNA. DNA ഇഴകളിലെ നൈട്രജൻ ബേസ് തമ്മിലുള്ള ബോണ്ട് ഏതാണ്? ഹൈഡ്രജൻ ബോണ്ട്. പ്രോട്ടീൻ നിർമ്മാണത്തിൽ അമിനോ ആസിഡുകൾക്കിടയിലുള്ള ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ട്. ന്യൂക്ലിയോടൈഡുകൾക്കിടയിലുള്ള ബോണ്ടാണ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. ചിത്രത്തിൽ തന്നിരിക്കുന്ന RNA ഏത്? tRNA. ചില ജീവികളും അവയുമായി ബന്ധപ്പെട്ട ക്രോമസോം നമ്പറും തന്നിരിക്കുന്നു. മനുഷ്യൻ 46, നായ 78, കുരങ്ങൻ 42, കുതിര 64, എലി 42, പഴയീച്ച അഥവാ ഡ്രോസോഫില്ല 8, ഈച്ച 12, തേനീച്ച 56, തവള 26, മുതല 32, പശു 60.